വൈകുന്നേരം സമയമായപ്പോഴത്തേനും പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇതുവരെയായിട്ടും പൊറോട്ടയും ബീഫും കഴിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബൈക്കിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി ഞങ്ങളിതേ പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. വന്ന സമയത്ത് ചേട്ടൻ പൊറോട്ട അടിക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യും തോറും സ്വാദ് കൂടുമെന്നാണല്ലോ. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബോറടി മാറ്റാനും കൂടുതൽ ആനന്ദകരമാക്കാനും വേണ്ടിയിട്ട് ഞങ്ങളൊരു ലൈം ടീയും കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ. അതിന്റെ കൂടെ ചൂടുള്ള ലൈം ടീയും കോഫിയും ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പൊറോട്ട ദേ വന്നിരിക്കുകയാണ്. പൊറോട്ടയുടെ കൂടെ നല്ല റോസ്റ്റ് ചെയ്ത ബീഫും ഒരു പീസ് ലെമണും സവാളയും. ആഹാ അന്തസ്. ബീഫിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫും പഴംപൊരിയും ഒരു അടാറ് കോമ്പിനേഷൻ ആണ്. ഇവിടെ പഴംപൊരി അല്പം തണുത്തത് പോയതുകൊണ്ട് അതിന്റെ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു നൂൽപുട്ടും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പൊറോട്ടയും ഒരു നൂൽപുട്ടും ഒരു പഴംപൊരിയും ഒക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു പ്ലേറ്റ് ബീഫ് റോസ്റ്റ് തികഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഈ കട വരുന്നത് ചിറ്റാരിപ്പറമ്പിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത് തിരിച്ചു പോകാനായിട്ട് പോവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.